അപ്പോൾ നമ്മുടെ ഗോഡോക്സ് WECS കിറ്റ് 2 നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലൊരു വൈറ്റ് ബോക്സിലാണ് ഇത് വരുന്നത്. നമുക്കിത് പതുക്കെ തന്നെ തുറക്കാം. തുറന്നു കഴിയുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഗോഡോക്സിൻ്റെ ബ്രാൻഡിങ് ആയിട്ട് ഒരു ചെറിയ ബോക്സ് ഉണ്ട്. നമുക്കത് എടുക്കാം. ഈ ബോക്സ് ഒഴിവാക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ നിന്ന് പതുക്കെ ആ ബോക്സ് ഇങ്ങോട്ട് എടുക്കാം. ഇത് കൊള്ളാം. ഒരു നല്ലൊരു ഹാർഡ് കേസിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ളൊരു ഹാർഡ് കേസാണ്. പിന്നെ നമുക്കിതൊരു വള്ളിയൊക്കെ തന്നിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ തൂക്കി പിടിച്ചിട്ട് കൊണ്ടുപോകാം. പിന്നെ സിബൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, ലോക്കൽ സിബൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇതേ WECS കിറ്റ് 2 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിങ്ങനെ തുറക്കുമ്പോൾ 2 സെക്ഷനായിട്ടാണ് ഓപ്പൺ ആവുന്നത്. ഇവിടെ ഒരു നെറ്റൊക്കെ ഉണ്ട്, അതിൽ കുറച്ച് വയറുകളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ വയറുകളാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇത് അനലോഗ് കണക്ഷനുള്ള വയറുകളാണ്. ഇപ്പോൾ സോണിയുടെ ക്യാമറ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ TRS കേബിൾ ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ ഫോണിലാണ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ TRRS കേബിൾ ഉപയോഗിക്കാം. പിന്നെ ഇത് നമ്മുടെ കേസ് ചാർജ് ചെയ്യാനുള്ള ഒരു വയറാണ്. പിന്നെ ഇതിൽ നമുക്ക് 3 മൈക്ക് ഉണ്ടല്ലോ, 2 ട്രാൻസ്മിറ്ററും പിന്നെ റിസീവറിലൊരു മൈക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ 3 ഡെഡ് ക്യാറ്റ് അല്ലെങ്കിൽ വിൻഡ് മഫ് ഉണ്ട്. അത് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലാണ്. ഇതൊന്നും ചിലപ്പോൾ ആവശ്യം വരില്ല. വിൻഡ് നോയ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എടുക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ മെയിൻ ഐറ്റം ഇപ്പോഴും നമ്മൾ എടുത്തിട്ടില്ല. ഇതാണ് നമുക്കിതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇതങ്ങോട്ട് നീക്കി വയ്ക്കാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റം മൈക്ക്. ഇത് കണ്ടോ, നല്ലൊരു അടിപൊളി കേസിലാണ് വരുന്നത്. ഹെഡ്സെറ്റിൻ്റെ കേസ് ഒക്കെ പോലെ ഒരു നല്ലൊരു കേസാണ്. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഹെഡ്സെറ്റിൻ്റെ അത്ര ചെറിയ ഒരു കേസല്ല. പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സാധനം മാത്രം കൊണ്ടുപോയാൽ മതി. ഒരു പ്രോഗ്രാം ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാനോ വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഈ ഒരു ബോക്സ് നമുക്ക് പോക്കറ്റിലിട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കണ്ടൻറ്റ് ഷൂട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് തുറക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 2 ട്രാൻസ്മിറ്റർ, ഒരു റിസീവർ ഉണ്ട്. ഇതിൽ 2 മൈക്കുണ്ട്, ഇതിലും മൈക്കുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് 3 മൈക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ കേസിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ ചാർജിങ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പതുക്കെ തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ട്രാൻസ്മിറ്റർ 2. ഇപ്പോൾ 2 ട്രാൻസ്മിറ്റർ ഉണ്ട്. പിന്നെ നമുക്കൊരു റിസീവർ ഉണ്ട്. അപ്പോൾ ഇനി കേസ് ഇവിടെ മാറിയിരിക്കട്ടെ. ഇത് വളരെ ചെറിയൊരു ട്രാൻസ്മിറ്ററാണ്. വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്മിറ്ററാണ്. ഇതിൻ്റെ ഈ ക്ലിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡ്രസ്സിൽ പിടിപ്പിക്കുന്നത്. ഇതിന് മാഗ്നറ്റിക് ഓപ്ഷൻ ഇല്ല, ജസ്റ്റ് ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. 12 ഗ്രാം മാത്രമേ ഉള്ളൂ ഇത്. അപ്പോൾ നമ്മളൊരു ക്യാമറയിലൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഇവിടെ 2 പിന്നുണ്ടോ, ഈ പിന്ന് വെച്ചിട്ടാണ് ഈ കേസിൽ നിന്ന് ചാർജ് ആവുന്നത്. ഇവിടെ USB ചാർജർ ഉണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ പവർ ഓൺ ഓഫ് ഉണ്ട്. പിന്നെ നമുക്ക് പെയർ ചെയ്യാനും നോയ്സ് റിഡക്ഷൻ അല്ലെങ്കിൽ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കാനുള്ള ബട്ടണാണ് ട്രാൻസ്മിറ്ററിൽ വരുന്നത്. പിന്നെ റിസീവറിൽ നമുക്ക് കുറച്ചധികം ബട്ടണുകളുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രധാന ആകർഷണം ഈ സോണിയുടെ ഈ കണക്ടറാണ്. ഈ പിന്നുകൾ വെച്ചിട്ടാണ് നമ്മൾ സോണി ക്യാമറയായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒരു വയറും ഇതിൽ വേണ്ട നമുക്ക് സോണിയുടെ ക്യാമറയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇനി സോണിയുടെ ക്യാമറ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഔട്ട് വഴി നമ്മൾ എടുക്കണം. ഇന്ന് വേറെ ഡിജിറ്റൽ ഔട്ടൊന്നുമില്ല, ഈ ഒരു ഡിജിറ്റൽ ഔട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി ബട്ടണുകളൊന്ന് പരിചയപ്പെടാം. നമുക്കിവിടെ ഒരു പവർ ഓൺ ഓഫ് ഉണ്ട്, വോളിയം പ്ലസ് മൈനസ് ഉണ്ട്. പിന്നെ നമുക്ക് പെയറിംഗ് മോഡ് ഉണ്ട്. പിന്നെ നമുക്ക് സ്റ്റീരിയോ മോണോ മോഡുണ്ട്. അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇതൊരു ചാർജിങ് കണക്ടറാണ്. പിന്നെ റിസീവറിൻ്റെ മൈക്ക് ഓൺ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിജിറ്റലാണോ അനലോഗാണോ ഓഡിയോ വേണ്ടതെന്ന് നമുക്കിവിടെ തീരുമാനിക്കാം. ഈ ഡിജിറ്റൽ ഓഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിലെ സോണിയുടെ ക്യാമറയിലേക്ക് ഡിജിറ്റൽ ഓഡിയോ കിട്ടും. അനലോഗ് ആണെങ്കിൽ ഇതിൽ നിന്ന് ഔട്ട് കിട്ടും. അത് നമുക്ക് ഫോണിലേക്കോ അല്ലെങ്കിൽ നമുക്ക് വേറെ കമ്പനിയുടെ ക്യാമറകളിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ ഒക്കെ റെക്കോർഡിങ്ങിനായിട്ട് ഉപയോഗിക്കാം. ഇതാണ് ഇതിൻ്റെ റിസീവർ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മളിതൊന്ന് പെയർ ചെയ്യണം. ഒരു വൺസ് പെയർ ചെയ്തിട്ട് നമ്മൾ ഈ ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആവും. പിന്നെ ബോക്സ് തുറന്ന് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ചെയ്ത് വരും. അപ്പോൾ പണികൾ വളരെ കുറവാണ്, വളരെ ഈസിയാണ് ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ടൈം ആയിട്ടൊന്ന് പെയർ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഇവിടെ കുറച്ച് ഫിലിം ഉണ്ടായിരുന്നു, നമ്മളത് ഓൾറെഡി റിമൂവ് ചെയ്ത് ചാർജിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ചാർജിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്മിറ്റർ
കണക്റ്റ് ആയിട്ടുണ്ട്. അതാണ് ഒരു പച്ച കത്തണത്, ഒരെണ്ണം ബ്ലിങ്കിങ് ആണ്. അപ്പോൾ നമുക്ക് അടുത്തതും കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിജിടെക്കിൻ്റെ മൈക്ക് ഊരാണ്. ഇതൊരു ക്ലിപ്പ് പരിപാടിയാണ്. ഊരി ഇനി നമുക്ക് ഈ വയർ വേണ്ട, ഇതാണ് ഏറ്റവും വലിയ ശല്യം. പിന്നെ അത് മാത്രമല്ല ഈ പോർട്ടിൻ്റെ അടപ്പൊക്കെ അങ്ങനെ കംപ്ലൈൻ്റ്, അതിൻ്റെ ഡോറൊക്കെ ഒരുപാട് കംപ്ലൈൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതേ കണ്ടോ, ഈ പിന്ന് ഇവിടെ കുറച്ച് പിന്നുകളുണ്ട്, നമുക്ക് കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് പതുക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിടണം. ഇപ്പോൾ ഒരു നീല ലൈറ്റ് കത്തി. അപ്പോൾ അതിൻ്റെ കണക്ഷൻ ഓക്കെ ഉണ്ട്. ഇനി നമ്മുടെ ഒരു ട്രാൻസ്മിറ്റർ എടുത്ത് ഞാൻ നേരെ കുത്താണ്. ഡിജിടെക്കിൻ്റെ ട്രാൻസ്മിറ്റർ തമ്മിലുള്ള സൈസ് വ്യത്യാസം കണ്ടോ. ഡിജിടെക്ക് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഗോഡോക്സിൻ്റെ റിസീവർ നമ്മൾ ക്യാമറയിൽ ഫിറ്റ് ചെയ്തു. വളരെ സിമ്പിളാണ്, വേറെ വയറൊന്നും വേണ്ട. ഇപ്പോൾ സ്ക്രീൻ അടച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാം. ഷൂട്ടിനൊക്കെ ഭയങ്കര ഈസിയാണ്. സാധനം നല്ല ക്ലിയർ ആയിട്ട് വോയിസ് എടുക്കുന്നുണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഗോഡോക്സിൻ്റെ WECS കിറ്റ് 2 അതിൽ ഒരു ട്രാൻസ്മിറ്റർ, രണ്ടെണ്ണം അവിടെ ഓണാണ്, ഒരെണ്ണം ഓഫാക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ രണ്ടെണ്ണത്തിൽ കൂടെ സൗണ്ട് ഒന്ന് കൊളാക്കണ്ട. ഓക്കെ. അപ്പോൾ ഈ ഒരു ട്രാൻസ്മിറ്റർ, അവിടെ റിസീവർ, എവിടെ ഒരു വയറില്ല, ക്യാമറയിലൊരു റിസീവർ വെച്ചേക്കണു. അപ്പോൾ ഈ ഓഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഇത്ര നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഓഡിയോ ഡിജിടെക്കാണ്. ഇപ്പോഴാണ് നമ്മൾ ഈ മൈക്കിലേക്ക് മാറിയത്. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിങ്, ഡിസ്റ്റൻസ് ടെസ്റ്റിങ്, വേറെ എന്തെങ്കിലും ചാർജിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മൾ ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് അൺബോക്സിംഗ് ആയിട്ട് കൂട്ടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.